ഹലോ, ഗുഡ് മോർണിംഗ്. സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA സോഷ്യോളജിയുടെ സെക്കൻഡ് സെമ്മിൻ്റെ മെയിൻ പേപ്പറായ സോഷ്യോളജി ഇൻ ഇന്ത്യ എന്ന മെയിൻ പുസ്തകത്തിൻ്റെ ബ്ലോക്ക് 6 ഫസ്റ്റ് യൂണിറ്റാണ് ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ബ്ലോക്ക് 6 പേര് സബാൾട്ടൺ പെർസ്പെക്റ്റീവ്സ് എന്നാണ്. എന്ന് വെച്ചാൽ കീഴാള കാഴ്ചപ്പാടുകൾ അല്ലെങ്കിൽ കീഴാള വീക്ഷണം എന്നാണ്. അതിൽ വരുന്ന രണ്ട് വ്യക്തികളുടെ രണ്ട് യൂണിറ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് അംബേദ്കറാണ്, ഡോക്ടർ BR അംബേദ്കറും, മറ്റൊന്ന് ഹാർഡിമാനുമാണ്. ഹാർഡിമാൻ രണ്ടാമത്തെ യൂണിറ്റ്. നമുക്ക് പരമാവധി അത് രണ്ട് യൂണിറ്റും നിങ്ങൾ എക്സാമിന് മുമ്പ് തന്നെ തരാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ എഴുതി അറിയിക്കുക. കമൻറ്റുകൾ പറയുമ്പോൾ പ്രത്യേകം പറയുകയാണ്, നിങ്ങളിപ്പോൾ ഇത്രയും ഫസ്റ്റ് സെമ്മ് കംപ്ലീറ്റ് ആ നോട്ട് അങ്ങനെ തന്നെ വാങ്ങി പഠിച്ചിട്ട് ഇപ്പോൾ സെക്കൻഡ് സെമ്മ് ഏകദേശം ആയപ്പോഴാണ് ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് നോട്ട് തന്നൂടെ ടീച്ചറെ എന്ന് ചോദിക്കുന്നത്. അങ്ങനെ നിങ്ങൾ ഫസ്റ്റ് സെമ്മിലെ പറയുകയാണെങ്കിൽ നമുക്കത് തന്നെ അങ്ങനെ തിരുത്താമായിരുന്നില്ലേ. ഇപ്പോൾ സെക്കൻഡ് സെമ്മ് എഴുതുന്നവർ ക്ഷമിക്കുക, അടുത്ത വരുന്നവർക്ക് ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് തന്നെ നോട്ട് തരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നോട്ട്സ് പെയ്ഡ് നോട്ട്സാണ്. അങ്ങനെ ആവശ്യമുള്ളവർ ഫസ്റ്റ് സെമ്മിൻ്റെ മിക്കവാറും എല്ലാ വീഡിയോസിലും ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ വാട്സപ്പിൽ ബന്ധപ്പെട്ടാൽ നോട്ട് തയ്യാറാക്കിയിട്ട് തരാം കേട്ടോ. അപ്പോൾ നോക്കാം, നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. പറഞ്ഞല്ലോ, 6ാമത്തെ ബ്ലോക്കിൻ്റെ പേരെന്താണ്? സബാൾട്ടൺ പെർസ്പെക്റ്റീവ്സ് എന്നാണ്, കീഴാള വീക്ഷണങ്ങൾ എന്നാണ്. അതിൽ ഫസ്റ്റ് വരുന്ന വ്യക്തിയാണ് നമ്മുടെ കരട് ഭരണഘടനക്കാരുടെ രൂപം തയ്യാറാക്കിയ ഡോക്ടർ BR അംബേദ്കർ. അദ്ദേഹത്തിൻ്റെ കാസ്റ്റ് ആൻഡ് അനീലേഷൻ ഓഫ് കാസ്റ്റ്, കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെമോക്രസി എന്നീ ഗ്രന്ഥങ്ങളെക്കുറിച്ചാണ്, അദ്ദേഹത്തിൻ്റെ കൃതികളെക്കുറിച്ചാണ് നമ്മളിതിൽ പരാമർശിക്കുന്നത്. അപ്പോൾ നോക്കാം, കീഴ്വഴക്കം അതാണ് ശരിക്കും ഈ സബാൾട്ടേൺ എന്ന വാക്കിൻ്റെ സബോർഡിനേഷൻ എന്നാണ്. കീഴാളർ എന്ന് പിന്നീട് അതിനെ ആക്കി മാറ്റാണ് കേട്ടോ. കീഴ്വഴക്കം എന്നാണ് ശരിക്കും സബാൾട്ടേൺ എന്ന വാക്കിൻ്റെ അർത്ഥം. ഇറ്റാലിയൻ മാർക്സിയനായ അന്റോണിയോ ഗ്രാംസിയാണ് ഈ സബാൾട്ടേൺ എന്ന പദം ആദ്യമായിട്ട് കൊണ്ടുവന്നത്. അദ്ദേഹം ഉപയോഗിച്ചത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഭരണവർഗ്ഗങ്ങളുടെ ആധിപത്യത്തിന് വിധേയമാകുന്ന സാമൂഹിക ഗ്രൂപ്പുകളുണ്ടല്ലോ, എന്ന് വെച്ചാൽ ഭരണ മേധാവികളെ അടിച്ചമർത്തി ഭരിക്കുന്ന ഒരു പ്രജകളുണ്ടാവുമല്ലോ, അവരെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അന്റോണിയോ ഗ്രാംസി സബാൾട്ടേൺ എന്ന പദം ഉപയോഗിച്ചത്. അതായത് ഉന്നത ജാതിക്കാർ താഴ്ന്ന ജാതിക്കാരിൽ ചെലുത്തുന്ന മേധാവിത്വത്തെയാണ് നമ്മൾ ഇന്ത്യയിൽ ഏതിനെ സൂചിപ്പിക്കാൻ ഉപയോഗപ്പെടുത്തിയത്, ഈ പെർസ്പെക്റ്റീവ് ഉപയോഗപ്പെടുത്തിയത്, കീഴാളർ എന്നുള്ള പദം ഉപയോഗപ്പെടുത്തിയത്. ഇപ്പോൾ ബ്രാഹ്മണർ കേരളത്തിലെ നായർ വിഭാഗമാണ് ഉന്നത ജാതിക്കാരായിട്ട് എക്കാലത്തും കണക്കാക്കുന്നത്. പട്ടികവർഗ്ഗക്കാരും പട്ടികജാതിക്കാരുമാണ് അധികാര ശ്രേണിയിലെ താഴ്ന്ന വിഭാഗങ്ങളായിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ അവരെയാണ് ശരിക്കും കീഴാളർ എന്ന പേരിൽ അല്ലെങ്കിൽ സബാൾട്ടേൺ എന്ന പേരിൽ വിശേഷിപ്പിക്കുന്നത് അല്ലെങ്കിൽ കണക്കാക്കുന്നത്. സബാൾട്ടൺ പഠനങ്ങളെ അല്ലെങ്കിൽ കീഴാള ഭരണവർഗ്ഗങ്ങളുടെ ബൈനറി ബന്ധം പരിശോധിക്കുന്ന ഒന്നാണ്. അങ്ങനെ കൊളോണിയൽ സംവിധാനങ്ങളിലെ ആധിപത്യത്തിൻ്റെയും കീഴ്വഴക്കത്തിൻ്റെയും ബന്ധം ഇതിലൂടെ വിശകലനം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. കീഴാള പഠനങ്ങളിലൂടെ വിശകലനം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ അരികുവൽക്കരിക്കപ്പെട്ടതോ രേഖകളില്ലാത്തതോ ആയ വിഭാഗങ്ങളുടെ ചരിത്രങ്ങൾ തുറന്നു കാട്ടുകയാണ് ഈ സബാൾട്ടൺ പഠനങ്ങളുടെ മൊത്തത്തിലുള്ള ലക്ഷ്യം. ഈ അരികുവൽക്കരിക്കപ്പെട്ടവരെന്നാൽ ഒറ്റപ്പെട്ടു പോകുന്ന വിഭാഗങ്ങൾ, അവരെയാണ് അരികുവൽക്കരിച്ചവരെന്ന് പറയാം കേട്ടോ. സബാൾട്ടൺ പഠനങ്ങളിൽ ഏറ്റവും സ്വാധീനപരമായ വ്യക്തിയാണ് ഡോക്ടർ BR അംബേദ്കർ. ദളിതരുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച വ്യക്തിയാണ് അംബേദ്കർ പ്രസ്ഥാനം മുതൽ ദളിത് എന്ന പദം സാമൂഹികവും രാഷ്ട്രീയവുമായ അവബോധത്തെ പ്രതിനിധീകരിക്കുന്ന ഒന്നായിട്ടാണ് കണക്കാക്കുന്നത്. അംബേദ്കർ പ്രസ്ഥാനം നമുക്ക് ഇതിൽ സൂചിപ്പിക്കാനുണ്ട്, അപ്പോൾ മനസ്സിലാവും കേട്ടോ. അംബേദ്കറുടെ സബാൾട്ടൺ തത്വശാസ്ത്രം ദളിത് ശാക്തീകരണത്തിനും വിമോചനത്തിനും ഊന്നൽ നൽകുന്ന ഒന്നായിരുന്നു. ഇനി നമ്മൾ അദ്ദേഹത്തെക്കുറിച്ച് വിശദീകരിക്കണം. ആരാണ്? ഡോക്ടർ BR അംബേദ്കർ. BR എന്നുള്ളതിൻ്റെ എന്താണ്? ഭീംറാവു റാംജി എന്നാണ് കേട്ടോ. ഭീമറാവു റാംജി അംബേദ്കർ എന്നാണ്. തൊട്ടുകൂടായ്മ അനുഭവിക്കുന്ന മഹർ എന്ന് പറയുന്ന ദളിത് ജാതിയിലാണ് അംബേദ്കർ ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ പിൻഗാമികളും പിതാവും ബ്രിട്ടീഷ് സൈന്യത്തിലെ സേവകനായിരുന്നു. അംബേദ്കറും ബ്രിട്ടീഷ് സൈന്യത്തിലെ സുബേദാറായിട്ട് സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. കുട്ടിക്കാലത്ത് സ്കൂളിൽ ജാതീയമായ വിവേചനം അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അംബേദ്കർക്ക് അദ്ദേഹത്തിന് ക്ലാസ്സിനകത്തിരിക്കാൻ, അതായത് ക്ലാസ്സിനുള്ളിൽ പ്രവേശിക്കാൻ അദ്ദേഹത്തിന് അനുമതി ഉണ്ടായിരുന്നില്ല. ഉന്നത ജാതിക്കാരുടെ വെള്ളമോ ഭക്ഷണപാത്രങ്ങളോ ഒന്നും തൊടാനുള്ള അനുമതി അദ്ദേഹത്തിൻ്റെ ജാതിയിലുള്ള ആർക്കും ഉണ്ടായിരുന്നില്ല. സാധാരണ സ്കൂളിൽ പ്യൂണായിരുന്നു അദ്ദേഹത്തിന് വെള്ളം കൊടുത്തിരുന്നത്. പ്യൂണ് കൊടുക്കുന്ന വെള്ളമാണ് അദ്ദേഹം കുടിച്ചിരുന്നത്. പ്യൂണ് ലീവായാൽ അദ്ദേഹത്തിന് എന്തില്ല, കുടിവെള്ളവും കിട്ടില്ല. അതാണ് അദ്ദേഹത്തിൻ്റെ അവസ്ഥ. അപ്പോൾ ഈ വിവേചനാനുഭവം അദ്ദേഹത്തിന് പിൽക്കാലത്ത് ഒരു കൃതി എഴുതുന്നതിലേക്ക് അദ്ദേഹത്തെ എത്തിച്ചിട്ടുണ്ട്. ആ കൃതിയുടെ പേര് തന്നെ എന്താണ്? നോ പ്യൂൺ നോ വാട്ടർ എന്നാണ്. പ്യൂണില്ലെങ്കിൽ വെള്ളമില്ല എന്ന പേരിൽ ഒരു ഗ്രന്ഥം പിന്നീട് അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ആ അനുഭവം വിവരിച്ചുകൊണ്ട് 1897 അദ്ദേഹം മുംബൈയിലെ എൽഫിൻസ്റ്റൺ ഹൈസ്കൂളിൽ പഠിക്കാൻ പോയി. അദ്ദേഹത്തിൻ്റെ രീതിയിലുള്ള ഒരു ജാതിയിൽ
നിന്ന്, തൊട്ടുകൂടായ്മ അനുഭവിക്കുന്ന ഒരു കുടുംബത്തിൽ നിന്ന് ആദ്യമായിട്ടാണ് ഒരു വിദ്യാർത്ഥി പുറത്തു പോയിട്ട് പഠിക്കുന്നത്. അത് അംബേദ്കറാണ്. 1907 അദ്ദേഹം സർവകലാശാല പരീക്ഷ പാസ്സായി. 1912 എക്കണോമിക്സിലും പൊളിറ്റിക്കൽ സയൻസിലും ബോംബെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അദ്ദേഹം ഗ്രാജുവേഷൻ പൂർത്തിയാക്കുകയും ചെയ്തു. പുറമെ 1915 സോഷ്യോളജി, ഹിസ്റ്ററി, ഫിലോസഫി, ആന്ത്രോപോളജി എന്നീ വിഷയങ്ങളിൽ അദ്ദേഹം മാസ്റ്റർ ഡിഗ്രിയും പൂർത്തിയാക്കി. പുരാതന ഇന്ത്യൻ വാണിജ്യമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന പഠന വിഷയം. നാഷണൽ ഡിവിഡൻഡ് ഓഫ് ഇന്ത്യ എ ഹിസ്റ്റോറിക് ആൻഡ് അനലിറ്റിക്കൽ സ്റ്റഡി എന്ന പേരിൽ 1916 അദ്ദേഹം രണ്ടാമതും മാസ്റ്റർ ഡിഗ്രി പൂർത്തീകരിച്ചു. അദ്ദേഹം ആന്ത്രോപോളജിസ്റ്റായ അലക്സാണ്ടർ ഗോൾഡൻ വേസറുടെ മുന്നിൽ ഇന്ത്യൻ ജാതി, അതിൻ്റെ മെക്കാനിസം, ഉത്ഭവം, വികസനം എന്ന ഒരു പ്രബന്ധം അവതരിപ്പിച്ചു. ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ കാസ്റ്റ് ഇൻ ഇന്ത്യ, ദെയർ മെക്കാനിസം, ജെനിസിസ് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന പേരിൽ ഒരു പ്രബന്ധം അദ്ദേഹം അവതരിപ്പിച്ചു. 1927 കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അദ്ദേഹം ഇക്കണോമിക്സിൽ PhDയും നേടി. ഇനി അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സാണ്. പ്രധാന രചനകൾ ഏതൊക്കെയാണ്? ഒന്ന്, ദ അൺടച്ചബിൾസ് ഹൂ വേർ ദേ, തൊട്ടുകൂടാത്തവർ, ആരാണവർ, അതാണ് പുസ്തകത്തിൻ്റെ പേര്. രണ്ടാമതൊന്ന്, ഹൂ വേർ ദ ശുദ്രാസ്, ആരാണ് ശുദ്രർ. ഇനി ഒന്ന്, സ്റ്റേറ്റ് ആൻഡ് മൈനോറിറ്റീസ്, രാഷ്ട്രവും ന്യൂനപക്ഷങ്ങളും. മറ്റൊരു ഗ്രന്ഥമാണ് ഇമാൻസിപ്പേഷൻ ഓഫ് ദ അൺടച്ചബിൾസ്, തൊട്ടുകൂടാത്തവരുടെ വിമോചനം. പിന്നെ അനിഹിലേഷൻ ഓഫ് കാസ്റ്റ്, ജാതി ഉന്മൂലനം, അതായത് ജാതി ഇല്ലായ്മ ചെയ്യൽ. പിന്നെ ഇനി അദ്ദേഹത്തിൻ്റെ വ്യൂസാണ് കാസ്റ്റാണ്. കാസ്റ്റിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ ജാതിയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ വീക്ഷണം. കോൺസെപ്റ്റ് ഓഫ് ദളിത്, അംബേദ്കർ മൂവ്മെൻറ്റ്. അവിടെ പറഞ്ഞല്ലോ നേരത്തെ അംബേദ്കർ മൂവ്മെൻറ്റ്, അത് ചിലപ്പോൾ ചോദിക്കും 2 മാർക്കിന് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ ഇതിൽ ശ്രദ്ധിച്ച് കേട്ടിരിക്കുക. നൂറ്റാണ്ടുകളായിട്ട് ഇന്ത്യൻ സമൂഹത്തിൽ നിലനിൽക്കുന്നതാണ് ജാതി സമ്പ്രദായം. ഇത് സമൂഹത്തെ പല ഗ്രൂപ്പുകളായിട്ട് വിഭജിക്കും. നമുക്കറിയുന്ന കാര്യങ്ങളാണ്. ജാതി സമൂഹത്തെ പല ഗ്രൂപ്പുകളായിട്ട് വിഭജിക്കും. അംബേദ്കർ ഈ ജാതിയെ ഒരു പ്രധാന സ്ഥാപനമായിട്ട് മനസ്സിലാക്കാനാണ് ശ്രമിച്ചത്. അംബേദ്കറുടെ അഭിപ്രായത്തിൽ ഹിന്ദു നിയമങ്ങളാൽ ജാതി സമ്പ്രദായം ഒന്നുകിൽ ഇന്ത്യയിലെ ശാന്തരായ ജനവിഭാഗങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുകയായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഒന്നിലേക്കും ഇറങ്ങി വരാത്തൊരു വിഭാഗത്തിൻ്റെ മേൽ ഈ ജാതിയുടെ തരംതിരിവ് സമൂഹം അടിച്ചേൽപ്പിക്കുകയായിരുന്നു എന്നാണ് അംബേദ്കറുടെ വാദം. ഇന്ത്യയിലെ പട്ടികജാതികളെ, പ്രത്യേകിച്ചും തൊട്ടുകൂടാത്ത അടിച്ചമർത്തപ്പെട്ട ജാതികളെ, വർഗ്ഗങ്ങളെയാണ് ദളിത് എന്നത് കൊണ്ട് സൂചിപ്പിച്ചിരുന്നത്. ഹൂ ആർ ദളിത്സ് എന്ന് ചോദ്യം വരും കേട്ടോ. ആരാണ്? ഇന്ത്യയിലെ പട്ടികജാതികളെ, പ്രത്യേകിച്ചും തൊട്ടുകൂടാത്ത അടിച്ചമർത്തപ്പെട്ട ജാതികളെ അല്ലെങ്കിൽ വർഗ്ഗങ്ങളെയാണ് എന്ത് പേരിൽ അറിയപ്പെട്ടിരുന്നത്? ദളിത് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. സമൂഹത്തിൽ അടിച്ചമർത്തപ്പെട്ട ചൂഷണത്തിന് വിധേയരായ എല്ലാ വിഭാഗങ്ങളും ഇതിൽ ഉൾപ്പെടും, ദളിത് വിഭാഗത്തിൽ ഉൾപ്പെടും. അതുകൂടി 2 മാർക്കിനാണെങ്കിൽ അങ്ങനെ ചേർത്ത് എഴുതാം കേട്ടോ. സാമൂഹ്യ ശ്രേണിയിൽ ഏറ്റവും താഴെത്തട്ടിലായിരുന്നു ദളിതരുടെ സ്ഥാനം. രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇവർ പല പേരുകളിലാണ് അറിയപ്പെട്ടിരുന്നത്. മഹാത്മാഗാന്ധി ഇവരെ ഹരിജൻ ഹരി എന്നാണ് വിളിച്ചിരുന്നത്, അതായത് ദൈവത്തിൻ്റെ മനുഷ്യർ എന്നർത്ഥത്തിൽ. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നിയമം, ഇന്ത്യ ആക്ട്, പട്ടികജാതിക്കാർ ഒരു പ്രത്യേക ലിസ്റ്റിൽ ഉൾപ്പെടുത്തി. ആ ലിസ്റ്റാണ് അവരെ പട്ടിക എന്നുള്ള പേര് വരാനുള്ള കാരണം കേട്ടോ. അറിയായിരിക്കും വിചാരിക്കുക. ഗ്രാമത്തിൻ്റെ അങ്ങേയറ്റത്ത് ജീവിക്കാൻ നിർബന്ധിതരായതുകൊണ്ട് അംബേദ്കർ അവരെ ദളിതരെ അന്ത്യ എന്ന് വിളിച്ചു. അന്ത്യർ എന്നൊക്കെ പറയും മലയാളത്തിൽ. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഇന്നത്തെ ദളിതർ ഈ തകർന്ന മനുഷ്യരുടെയും അതുപോലെ തന്നെ ഈ രാജ്യത്തെ യഥാർത്ഥ നിവാസികളുടെയും പിൻഗാമികളാണ്. ഒരു സമത്വ സമൂഹം കെട്ടിപ്പടുക്കുന്നതിലൂടെ ദളിതരെയും പട്ടികജാതിക്കാരെയും വിമോചിപ്പിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു. അംബേദ്കർ. ശ്രേണിക്രമത്തിലുള്ള സാമൂഹിക ഘടനയിലുള്ള ദളിതരിൽ വിദ്യാഭ്യാസത്തിലൂടെ ഉന്നമനം കൊണ്ടുവരാൻ കഴിയുമെന്നും അംബേദ്കർ വിശ്വസിച്ചു. അതിലൂടെ അവരുടെ അവകാശങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുകയും അതിനുവേണ്ടി പ്രക്ഷോഭം നടത്തുമെന്നും അംബേദ്കർ ചിന്തിച്ചു. സ്വന്തം അവസ്ഥയെക്കുറിച്ച് തങ്ങളെക്കാൾ മറ്റാർക്കും അറിയാൻ കഴിയില്ല എന്നാണ് അംബേദ്കറുടെ വിശ്വാസം. ശരിയാണ്, അദ്ദേഹം ഒരു ദളിതനാണല്ലോ. അപ്പോൾ അവരനുഭവിക്കുന്ന യാതന അവർക്കെന്നല്ല ഏറ്റവും കൂടുതൽ അറിയാം. അത് അദ്ദേഹം അങ്ങനെ ഒരു വിശ്വാസം അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നു. അങ്ങനെ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ഇറങ്ങിയപ്പോൾ താഴെ തട്ടിലുള്ളവർക്ക് സ്വയം പോരാടാൻ അദ്ദേഹം ഒരു പ്രചോദനമായിട്ട് മാറി. സമൂഹത്തിലെ താഴെ തട്ടിലുള്ളവർക്ക് വേണ്ടി പോരാടിയെങ്കിലും അധസ്ഥിതർ സ്വയം മുന്നോട്ട് വരണമെന്ന് അദ്ദേഹം വാദിച്ചു. അതുകൊണ്ട് ദളിത് എന്ന ആശയം അംബേദ്കറുടെ പ്രസ്ഥാനത്തിൻ്റെ ഉൽപ്പന്നമായിട്ടാണ് കണക്കാക്കുന്നത്. പുരാണ ഗ്രന്ഥങ്ങളിലെ മനുസ്മൃതിയിലാണ് ജാതീയമായ തരംതിരിവിനെക്കുറിച്ച് പരാമർശിച്ചിട്ടുള്ളത്. വേദങ്ങൾ ഉയർന്ന ജാതിക്കാരെ വിവിധ ശിക്ഷകളിൽ നിന്ന് ഒഴിവാക്കി താഴ്ന്ന ജാതിക്കാർക്ക് അവരുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനുള്ള അവകാശം നിഷേധിക്കുകയും അഭിപ്രായ സ്വാതന്ത്ര്യം നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട്. എല്ലാം വായിച്ചാണല്ലോ അംബേദ്കർ. 1927 അവസാനത്തിൽ നടന്ന ഒരു സമ്മേളനത്തിൽ അംബേദ്കർ ക്ലാസിക്കൽ ഹിന്ദു കൃതിയായ മനുസ്മൃതിയുടെ പകർപ്പുകൾ കത്തിച്ചു. പറയാനായിട്ട് അംബേദ്കർ പ്രസ്ഥാനം
ജാതി മുൻവിധികളെയും തൊട്ടുകൂടായ്മയെയും കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ അദ്ദേഹം പരസ്യമായിട്ട് അപലപിക്കുകയും ചെയ്തു. ഡിസംബർ 25, 1927 ഡിസംബർ 25 നൂറുകണക്കിന് അനുയായികളോട് മനുസ്മൃതിയുടെ പകർപ്പുകൾ കത്തിക്കാൻ അദ്ദേഹം ഉത്തരവിട്ടു. അതിനാൽ എല്ലാ വർഷവും ഡിസംബർ 25 അംബേദ്കറിസ്റ്റുകളും ദളിതരും മനുസ്മൃതി ദഹൻ ദിനം, അതായത് മനുസ്മൃതി ജ്വലിക്കുന്ന അല്ലെങ്കിൽ മനുസ്മൃതി കത്തുന്ന ദിനം ആചരിച്ചു. അംബേദ്കറുടെ പ്രസ്ഥാനം ദളിത് ബഹുജൻ സമാജ് എന്ന പേരിലാണ് ജനകീയമായത്. അതാണ് നമ്മൾ അംബേദ്കർ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എവിടെയും പഠിച്ചിട്ടില്ലല്ലോ. ദളിത് ബഹുജൻ സമാജ് എന്ന പേരിലാണത് പ്രസിദ്ധമായത്. അതിൽ ജ്യോതിറാവു ഫുലെയുടെയും പെരിയാർ വി രാമസ്വാമി നായ്ക്കറുടെയും കീഴള സിദ്ധാന്തങ്ങൾ ഉൾക്കൊള്ളിച്ചിരുന്നു. കൊളോണിയൽ ബ്രാഹ്മണിസത്തെ വിമർശിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം തൻ്റെ ദേശീയതയെ വളർത്തി. അദ്ദേഹത്തിൻ്റെ ദേശീയ പ്രസ്ഥാനം ഹിന്ദു വിരുദ്ധവും പ്രകൃതത്തിൽ ബ്രാഹ്മണ വിരുദ്ധവുമായിരുന്നു. ജാതികളോ വർഗങ്ങളോ ഇല്ലാത്ത ഒരു സമത്വ സമൂഹം സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ചുള്ളതായിരുന്നു അംബേദ്കറുടെ ദേശീയത. അംബേദ്കർ ദളിത് പ്രശ്നങ്ങൾ പഠിച്ചത് പ്രകടനാത്മകമായ സമീപനത്തിലൂടെയാണ്. ഹൂ വർ ദ ശുദ്രാസ്, ശുദ്രർ ആരായിരുന്നു എന്ന അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥം ടെക്സ്റ്റ് ബുക്കുകളുടെയും പുരാവസ്തു റെക്കോർഡുകളുടെയും അടിസ്ഥാനത്തിലുള്ള ഒരു വിശകലന പഠനമാണ്. തൊട്ടുകൂടാത്തവർ എന്ന കൃതി, അൺടച്ചബിൾസ് എന്ന് പറഞ്ഞൊരു കൃതി, അദ്ദേഹം ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ സവിശേഷതകളെക്കുറിച്ചാണ് വിവരിക്കുന്നത്. അംബേദ്കർ സ്വയം പുരോഗമന തീവ്രവാദി എന്നും ഇടയ്ക്കിടെ പുരോഗമന യാഥാസ്ഥിതികൻ എന്നും വിശേഷിപ്പിക്കാറുണ്ടായിരുന്നു. അത് ഞാൻ അങ്ങനെ തന്നെ പ്രവർത്തിക്കുന്നു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട്. ഫ്രഞ്ച് വിപ്ലവത്തിലെ ഫ്രട്ടേണിറ്റി, സാഹോദര്യം എന്ന ആശയത്തിൽ നിന്ന് അദ്ദേഹം പ്രചോദനം ഉൾക്കൊണ്ടു. സമത്വത്തിൻ്റെയും ആദരവിൻ്റെയും ഒരു സമൂഹത്തെക്കുറിച്ചുള്ള സങ്കല്പമായിരുന്നു അദ്ദേഹത്തിന് പരിഗണനയിലുണ്ടായിരുന്നത്. രാഷ്ട്രത്തിൻ്റെ ഭരണഘടനയുടെ നിർമ്മാണത്തിൽ അദ്ദേഹത്തിൻ്റെ പങ്ക് നിർണായകമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ രാഷ്ട്രനയത്തിലെ നിർദ്ദേശക തത്വങ്ങൾ സാമ്പത്തിക ജനാധിപത്യത്തെ അംഗീകരിക്കുന്നതായിട്ട് അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട്. ഭരണകൂടത്തിൻ്റെ അവകാശങ്ങൾക്കനുസൃതമായി സമ്പദ് വ്യവസ്ഥയിൽ ഒരു സുപ്രധാന പങ്ക് വഹിക്കാൻ ഭരണകൂടം അവരുടെ ഇടപെടലുകളെ പരിമിതപ്പെടുത്തിയിരിക്കുന്നുവെന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്യുന്നു. ഭാഷാപരവും സാംസ്കാരികവുമായ അവകാശവാദങ്ങൾ, വംശീയ സ്വത്വങ്ങൾ എന്നിവ ഉൾച്ചേർത്ത പ്രത്യയശാസ്ത്രത്തിനാണ് അംബേദ്കർ യഥാർത്ഥത്തിൽ ഊന്നൽ നൽകിയത്. ന്യൂനപക്ഷങ്ങൾക്കുള്ള പ്രത്യേക പരിഗണന ജനാധിപത്യത്തെ വളർത്തിയെടുക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം അദ്ദേഹം മാർക്സിസത്താൽ സ്വാധീനിക്കപ്പെട്ടു. പക്ഷെ അതിനനുകൂലിക്കുകയല്ല കേട്ടോ. സോഷ്യലിസത്തിൻ്റെ കണ്ടുപിടുത്തവും തൊഴിലാളി വർഗത്തിൻ്റെ സ്വേച്ഛാധിപത്യവും അദ്ദേഹം നിരസിച്ചു. ആത്മനിയന്ത്രണവും സമൂഹത്തിന് ധാർമ്മിക അടിത്തറയും ആവശ്യപ്പെടുന്ന ബുദ്ധമതത്തിന് ഒരു സോഷ്യലിസ്റ്റ് പ്രൊജക്റ്റിന് നഷ്ടമായ മാനങ്ങൾ തിരിച്ചു കൊടുക്കാൻ കഴിയുമെന്ന് അദ്ദേഹം ചിന്തിച്ചു. അതിനായി മാർക്സിസവും ബുദ്ധമതവും തമ്മിലുള്ള സംവാദത്തിനും അദ്ദേഹം ആഹ്വാനം ചെയ്തു. ബുദ്ധമതത്തെ മാർക്സിസത്തിൻ്റെ പാതയിലും തിരിച്ചും സ്ഥാപിക്കാൻ അംബേദ്കർ അതിലൂടെ ആഗ്രഹിച്ചു. ഇനി അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് എന്ന അദ്ദേഹത്തിൻ്റെ സ്പീച്ചാണ്, അതൊരു പ്രസംഗമാണ് കേട്ടോ. നോക്കുക, ജാതി ഉന്മൂലനം. 1936 പ്രസിദ്ധമായ ജാതി ഉന്മൂലനം എന്ന പ്രസംഗം അംബേദ്കർ എഴുതിയത്. ആ ഗ്രന്ഥത്തിലൂടെ അദ്ദേഹം ഹിന്ദുമതത്തെ വിമർശിച്ചു. ഹിന്ദുയിസത്തിൽ ധാരാളം ആശയപരമായ ഭിന്നതകൾ ഉണ്ടെന്നാണ് അദ്ദേഹം തിരിച്ചറിഞ്ഞത്. താൻ ജനിച്ചത് ഒരു ഹിന്ദുവായിട്ടാണെങ്കിലും അങ്ങനെ മരിക്കാൻ താൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് 1935 അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അംബേദ്കർ സാധാരണ ജനങ്ങളെ ശാക്തീകരിക്കാൻ ബുദ്ധമത സംഘങ്ങൾക്ക് കഴിയും എന്നും അദ്ദേഹം ചിന്തിച്ചു. ബുദ്ധമതത്തിൽ അദ്ദേഹം ഒരു പുതിയ വ്യാഖ്യാനം വികസിപ്പിച്ചെടുത്തു. അത് അംബേദ്കർ ബുദ്ധിസം എന്ന പേരിലാണ് ജനപ്രീതി നേടിയത്. സാമൂഹിക മാറ്റത്തെ അദ്ദേഹം പിന്തുടർന്നു. സാമൂഹിക മാറ്റത്തെ അദ്ദേഹം ഘടകങ്ങളായിട്ട് വിഭജിക്കുകയും ചെയ്തു. വൈദിക സമൂഹം ആര്യ സമൂഹത്തിലേക്കുള്ള, വൈദികം എന്ന് പറഞ്ഞാൽ വേദത്തിൽ അധിഷ്ഠിതമായ സമൂഹം ആര്യ സമൂഹത്തിലേക്കുള്ള ഒരു അധപതനവും ബുദ്ധമതത്തിൻ്റെ ഉയർച്ചയും സാമൂഹികവും ധാർമ്മികവുമായ പരിവർത്തനവും അത് ചലനത്തിലേക്ക് നയിക്കുന്നതുമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അവസാനമായി പ്രതിവിപ്ലവവും ബ്രാഹ്മണ്യത്തിൻ്റെ ഉദയവുമാണ്. അതായത് നമ്മൾ പറഞ്ഞ എന്താണ്, അംബേദ്കർ ബുദ്ധിസം അദ്ദേഹം സമയമാറ്റത്തെ അദ്ദേഹം ഘടകങ്ങളായിട്ട് വിഭജിച്ചു എന്ന് പറഞ്ഞല്ലോ. ആ ഘടകങ്ങളാണ് ഒന്നാമത്താണ് വൈദിക സമൂഹവും ആര്യ സമൂഹത്തിലേക്കുള്ള അധപതനം. അതായത് വേദങ്ങളെ ആസ്പദമാക്കിയിട്ട് ആര്യന്മാരുടെ ആ രീതിയിലേക്ക് പോകുന്ന അധപതിച്ച സമൂഹത്തെക്കുറിച്ച്. പിന്നെ രണ്ടാമത്തത് ബുദ്ധമതം ഉയർന്നു വരികയും സമൂഹവും ധാർമ്മികവുമായ പരിവർത്തനവും ആളുകളിൽ ഒരു മാറ്റമുണ്ടാക്കിയ ഘട്ടം. മൂന്നാമത്തെ അദ്ദേഹം പറയുന്നത് പ്രതിവിപ്ലവവും ബ്രാഹ്മണ്യത്വത്തിൻ്റെ ഉദയവും എന്നാണ്. അതായത് ഇതിനെതിരെ, ഈ ആധിപത്യത്തിനെതിരെ ഉണ്ടായ പ്രതിവിപ്ലവം ഉണ്ടാവുകയും പിന്നെ ബ്രാഹ്മണ മേധാവിത്വം സ്ഥാപിക്കാനുള്ള ശ്രമം നടക്കുകയും ചെയ്ത ഘട്ടങ്ങൾ. അങ്ങനെ 3 ഘട്ടങ്ങളാണ് അംബേദ്കർ പറയുന്നത്. ഹിന്ദു വിശുദ്ധ ഗ്രന്ഥങ്ങളെയും സാഹിത്യത്തെ അദ്ദേഹം വിമർശിച്ചു. അദ്ദേഹത്തിൻ്റെ കൃതിയായ ദ ബുദ്ധ ആൻഡ് ഹിസ് ധർമ്മ, ബുദ്ധനും അദ്ദേഹത്തിൻ്റെ ധർമ്മവും എന്നതിൽ ബുദ്ധൻ്റെ കേന്ദ്രോപദേശത്തെ സമകാലിക പ്രസക്തിയോടുകൂടിയും മാനവികതയുടെ ആദരവോടെയും അദ്ദേഹം പ്രസംഗിക്കുകയും അവതരിപ്പിക്കുകയും ചെയ്തു. കൂടാതെ ഹിന്ദുമതത്തിന് വിരുദ്ധമായ ബുദ്ധമതത്തിൻ്റെ പ്രത്യയശാസ്ത്രത്തെ അദ്ദേഹം സൂചിപ്പിക്കുകയും, അതായത് ഹിന്ദുമതത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ബുദ്ധമതത്തിന് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്തു.
അനിഹിലേഷൻ ഓഫ് കാസ്റ്റ്, ജാതി ഉന്മൂലനം എന്ന ഗ്രന്ഥത്തിൽ ജാതിരഹിതമായ ഒരു സമൂഹം കൈവരിക്കുന്നുള്ള ഒരു സമീപനമാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. 1954 1955 കാലത്ത് അദ്ദേഹം എഴുതിയ ഗ്രന്ഥ ശീർഷകത്തിൽ ഹിന്ദു വിശുദ്ധ ലിഖിതങ്ങളെയും ഇതിഹാസങ്ങളെയും അദ്ദേഹം വിമർശിച്ചു. ഇതിനെതിരെ പ്രതിഷേധങ്ങളും എതിർ പ്രതിഷേധങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വിയോഗത്തിന് ആഴ്ചകൾക്ക് മുമ്പ് 1956 ഡിസംബർ 16 അദ്ദേഹം ബുദ്ധമതം സ്വീകരിച്ചു. തൊട്ടുകൂടായ്മ കാരണം അംബേദ്കർ ഹിന്ദുമതത്തെ എതിർത്തത്. ഇന്ത്യൻ സമൂഹത്തിലെ ജാതി എൻഡോഗമിയെയും അതിൻ്റെ അനന്തരഫലങ്ങളെയും അദ്ദേഹം വിമർശിച്ചു. അദ്ദേഹത്തിൻ്റെ വീക്ഷണത്തിൽ എൻഡോഗമി എന്നത് ജാതിയുടെ മാത്രം പ്രത്യേകതയാണ്. സ്വഗണ വിവാഹം, ഇതാണ് എൻഡോഗമി കേട്ടോ. ഇനി അൺടച്ചബിലിറ്റി ആൻഡ് കാസ്റ്റ് ഒപ്പോസിഷനാണ്. ജാതി അടിസ്ഥാനമാക്കിയുള്ള തൊഴിൽ വിഭജനവും വിവിധ ജാതികൾ ഒന്നിച്ചുള്ള ഭക്ഷണ രീതിയുടെ അഭാവത്തിലൂടെ അദ്ദേഹം ഊന്നൽ കൊടുത്തു. അതായത് അത് അത്രയും പ്രയാസപ്പെടുത്തുന്ന ഒന്നായിരിക്കും അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ട്. താനൊരു കമ്പനിയിൽ അക്കൗണ്ടൻ്റായി ജോലി ചെയ്ത സമയത്ത് അനുഭവിക്കേണ്ടി വന്ന വിവേചനപരമായ അനുഭവം അദ്ദേഹം വിശദീകരിച്ചു. റൈറ്റിംഗ് ഫോർ എ വിസ, ഒരു വിസക്കായി കാത്തിരിക്കുന്നു എന്ന ഗ്രന്ഥത്തിലാണ് അദ്ദേഹം അത് വിവരിച്ചത്. 1918 മുംബൈയിലെ സിഡൻഹാം കോളേജ് ഓഫ് കൊമേഴ്സ് ആൻഡ് എക്കണോമിക്സിൽ പ്രായോഗിക സമ്പദ് വ്യവസ്ഥയുടെ പ്രൊഫസറായിട്ട് അദ്ദേഹം നിയമിതനായി. വിദ്യാർത്ഥികളോട് അദ്ദേഹം കാര്യക്ഷമത പുലർത്തിയിരുന്നു. എന്നാൽ വളരെ മാന്യമായിട്ട് അദ്ദേഹം പെരുമാറിയിരുന്നെങ്കിലും മറ്റ് പ്രൊഫസർമാർ വിദ്യാർത്ഥികളുമായി ഒരു വെള്ള ജഗ് പങ്കിടുന്നതിൽ പ്രശ്നങ്ങളുണ്ടാക്കി. സാമൂഹിക ഘടനയിലെ അസമത്വത്തിൻ്റെ ഒരു പ്രധാന സവിശേഷതയായി അവർ ജാതിപ്പേര് കണക്കാക്കുകയും ചെയ്തു. അദ്ദേഹം താൻ ജാതിക്കാരനാണല്ലോ അത് വിശേഷിപ്പിക്കുകയും ചെയ്തു. ജാതി ഹിന്ദുമതത്തിൻ്റെ അവിഭാജ്യ ഘടകമാണെന്ന് അദ്ദേഹം ആവേശത്തോടെ അപ്പോൾ ഊന്നി പറഞ്ഞു. ആ നിഷേധം സമൂഹത്തിൻ്റെ ബന്ധത്തെ വളച്ചൊടിച്ചു. അതിനുള്ള പരിഹാരമായി അദ്ദേഹം ജാതി ഉന്മൂലനം നിർദ്ദേശിച്ചു. അതിൻ്റെ ഭാഗമായി അദ്ദേഹം അന്തർജാതി വിവാഹവും അന്തർജാതി ഭക്ഷണവും നിർദ്ദേശിച്ചു. ഇവ രണ്ടും നിലനിൽക്കുന്ന ജാതി ബന്ധത്തെ ദുർബലപ്പെടുത്തുന്ന ഒന്നാണ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വാദം. അദ്ദേഹം ജാതിയുടെ സ്ഥാപനങ്ങളെ തൊട്ടുകൂടായ്മയിൽ നിന്ന് വേർതിരിച്ചു. 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് തയ്യാറാക്കുന്ന സൗത്ത് ബ്രോ കമ്മിറ്റി സാക്ഷ്യപ്പെടുത്താൻ അംബേദ്കറെ വിളിച്ചു വരുത്തിയിരുന്നു. അദ്ദേഹം അവിടെ വെച്ച് തൊട്ടുകൂടായ്മ അനുഭവിക്കുന്നവർക്ക് മറ്റ് മതഗ്രൂപ്പുകൾക്കും പ്രത്യേക നിയോജക മണ്ഡലങ്ങളും സംവരണവും വേണമെന്ന് വാദിച്ചു. അംബേദ്കർ ഒരു അഭിഭാഷകനായും പ്രവർത്തിച്ചിട്ടുണ്ട്. ബോംബെ ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നതിനിടയിൽ വിദ്യാഭ്യാസം നൽകുന്നതിലൂടെ തൊട്ടുകൂടായ്മ അനുഭവിക്കുന്നവരുടെ ഉന്നമനത്തിനു വേണ്ടിയും അദ്ദേഹം പ്രവർത്തിച്ചു. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സംഘടിത ശ്രമത്തിൻ്റെ ഫലമായിരുന്നു ബഹിഷ്കൃത് ഹിതകാരിണി സഭയുടെ രൂപീകരണം. ഇതാണ് ബഹിഷ്കൃത് ഹിതകാരിണി സഭ. അത് അടിച്ചമർത്തപ്പെട്ട താഴ്ന്ന ജാതി എന്ന് വിശേഷിപ്പിക്കുന്ന ജാതി വിഭാഗത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക വികസനം, വിദ്യാഭ്യാസം, ക്ഷേമം എന്നിവയായിരുന്നു അതിൻ്റെ ലക്ഷ്യങ്ങൾ. അങ്ങനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു പ്രസ്ഥാനമായിരുന്നു. ദളിതരുടെ അവകാശങ്ങൾക്ക് വേണ്ടി അദ്ദേഹം മൂകനായകം, അതുപോലെ ബഹിഷ്കൃത ഭാരതം, തുല്യതയുള്ള ജനത തുടങ്ങിയ ധാരാളം ലേഖനങ്ങളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 1927 തൊട്ടുകൂടായ്മയ്ക്കെതിരെ ശക്തമായ പടയോട്ടം നടത്താൻ അദ്ദേഹം തീരുമാനിച്ചു. പൊതു പൈപ്പുകളിൽ നിന്ന് വെള്ളമെടുക്കാനായി അദ്ദേഹം പ്രതിഷേധങ്ങളും മാർച്ചുകളും സംഘടിപ്പിച്ചു. ഹൈന്ദവ ക്ഷേത്രങ്ങൾ അവർക്കും അനുവദിച്ചു കിട്ടാൻ വേണ്ടി അദ്ദേഹം പോരാടി. പൊതുവെള്ള സംഭരണികൾ തൊട്ടുകൂടായ്മ അനുഭവിക്കുന്ന സമുദായങ്ങൾക്കായി അനുവദിച്ചു കിട്ടാൻ വേണ്ടി അദ്ദേഹം മഹദ് സത്യം എന്ന സ്ഥലത്ത് സത്യാഗ്രഹം നടത്തി. തൊട്ടുകൂടായ്മയുടെ ഉത്ഭവം എങ്ങനെയെന്ന ചോദ്യത്തിലേക്ക് അംബേദ്കർ പ്രവേശിച്ചിട്ടില്ല. അംബേദ്കർ ശൂദ്രരുടെ ഒരു പ്രത്യേക ഐഡൻറ്റിറ്റി നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. താൻ സ്വയം ബ്രാഹ്മണനല്ലെന്ന് തിരിച്ചറിയുകയും അദ്ദേഹം ഒരു നാഗ ഐഡൻറ്റിറ്റി നിർദ്ദേശിക്കുകയും ചെയ്തു. ഇന്ത്യൻ നാഗരികതയുടെ ചിന്താ പ്രക്രിയയിലെ സുപ്രധാന നേട്ടമായിരുന്നു ആ നാഗ ഐഡൻറ്റിറ്റിയുടെ രൂപീകരണം. പ്രാകൃത ഗോത്രങ്ങളെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ കൃതികൾ ക്രിമിനൽ ഗോത്രങ്ങൾ എന്നാണ് അവരെ വിശേഷിപ്പിച്ചത്. കാരണം ആ രീതിക്കാണല്ലോ അവരെ കണ്ടിരുന്നത്. അടിസ്ഥാനപരമായി അവരെ നാഗരികതയുടെ സ്ഥാനത്തിന് പുറത്തുള്ളവരായിട്ടാണ് അദ്ദേഹം വീക്ഷിച്ചത്. അടിസ്ഥാനപരമായി ഹിന്ദുമതം അവരെ മനുഷ്യത്വമില്ലാത്ത തലങ്ങളാണെന്നാണ് വിശദീകരിച്ചത്. തൊട്ടുകൂടാത്ത സമൂഹങ്ങൾ ഒരു പൊതു ഭരണമണ്ഡലം രൂപീകരിക്കും ഭാവിയിൽ എന്ന് അദ്ദേഹം വിശ്വസിച്ചു. ഇനി അദ്ദേഹത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെമോക്രസി, ഭരണഘടനാപരമായ ജനാധിപത്യം. പതിറ്റാണ്ടുകളായി നിഷേധിക്കപ്പെട്ടവർക്ക് പൗരാവകാശങ്ങളും സമത്വവും അംബേദ്കർ ആഗ്രഹിച്ചു. അംബേദ്കറുടെ അഭിപ്രായത്തിൽ ഒരു ജനാധിപത്യ അല്ലെങ്കിൽ ഒരു ജാതി അടിസ്ഥാനത്തിലുള്ള ജനാധിപത്യത്തിലുള്ള സർക്കാരാണെങ്കിൽ അവിടെ സമത്വവും സാഹോദര്യവും വികസിപ്പിക്കാൻ അനുവദിക്കാത്ത ഒരു ഘടനയായിരുന്നു ഇന്ത്യൻ സമൂഹത്തിൻ്റേത്. ജാതീയമായിട്ട് പ്രശ്നങ്ങളുള്ളത് കൊണ്ട് വലിയൊരു വിഭാഗം ആളുകൾക്ക് അവകാശങ്ങൾ അവിടെ നിഷേധിക്കപ്പെട്ടു. അടിച്ചമർത്തപ്പെട്ടവർക്ക് ഭരണഘടനാപരമായ സംരക്ഷണം നൽകണമെന്ന് അദ്ദേഹം വാദിച്ചു. വിദേശ ഭരണത്തിൻ്റെ കാര്യത്തിലും അദ്ദേഹത്തിന് ഒരു തുറന്ന മനസ്സുണ്ടായിരുന്നു. ചില സാമൂഹിക തിന്മകൾ ഉന്മൂലനം ചെയ്യുന്നതിൽ ബ്രിട്ടീഷ് മനോഭാവം വ്യത്യസ്തമാണെങ്കിലും അവിടെ ജീവിത ചട്ടത്തിൽ അതിൻ്റെ ഇടപെടൽ ചെറുത്തുനിൽപ്പ് കാരണമാകുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു.
പൗരന്മാർക്ക് ഭരണഘടനാപരമായ സംരക്ഷണത്തിന് അദ്ദേഹം ഊന്നൽ നൽകി. ഭരണഘടനാപരമായ ജനാധിപത്യമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രാഥമിക പഠന മേഖലയുടെ കേന്ദ്രബിന്ദു. ആരുടെ? അംബേദ്കറിൻ്റെ. ഇന്ത്യൻ ഭരണഘടനയുടെ ചട്ടക്കൂട് സൃഷ്ടിക്കുന്നതിൽ അദ്ദേഹം നിർണായകമായ ഒരു വ്യക്തിയായിരുന്നു. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യയുടെ നിയമമന്ത്രിയാകാനുള്ള ജവഹർലാൽ നെഹ്റുവിൻ്റെ വാഗ്ദാനം അംബേദ്കർ അംഗീകരിച്ചു. 2 ആഴ്ചകൾക്ക് ശേഷം അംബേദ്കർ ഇന്ത്യയുടെ ഭരണഘടനയുടെ ഭാവി റിപ്പബ്ലിക് എഴുതാനുള്ള ഉത്തരവാദിത്തമുള്ള കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് നിയമിതനായി. ഇന്ത്യൻ ഭരണഘടന വ്യക്തിഗത പൗരന്മാർക്ക് മതസ്വാതന്ത്ര്യം, തൊട്ടുകൂടായ്മ നിർമ്മാർജ്ജനം, എല്ലാത്തരം വിവേചനങ്ങളുടെ നിരോധനം എന്നിവ ഉൾപ്പെടെ നിരവധി പൗരാവകാശങ്ങൾ ഉറപ്പു നൽകുകയും അവയെ സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. സാമൂഹ്യ നീതി പ്രകടിപ്പിക്കുന്നതിന് ജനാധിപത്യം അനിവാര്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഇക്കാര്യത്തിൽ, അതായത് ആ സാമൂഹ്യനീതി നടപ്പാക്കുന്ന കാര്യത്തിൽ അദ്ദേഹം ചില നിബന്ധനകളും വെച്ചു. ജനാധിപത്യം ഒരു തരത്തിലുള്ള സർക്കാരല്ല, മറിച്ച് ഒരു സാമൂഹിക സംഘടനയാണ് എന്നാണ് അംബേദ്കറുടെ വാദം. ഡോക്ടർ അംബേദ്കറിന് എല്ലായ്പ്പോഴും എന്താ പറയുക, സോഷ്യലിസ്റ്റ് തത്വചിന്തയാണ് ഉണ്ടായിരുന്നത്. ജനാധിപത്യത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ വീക്ഷണങ്ങളിൽ ഇത് വളരെ പ്രകടവുമാണ്. സാമൂഹിക സാമ്പത്തിക ജനാധിപത്യം സ്ഥാപിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ആദ്യ രാഷ്ട്രീയ ജനാധിപത്യം കൈവരിക്കുകയാണെന്നുള്ളതാണ്. അതായത് ജനാധിപത്യ രാഷ്ട്രമാകണമെങ്കിൽ ആദ്യം രാഷ്ട്രീയ ജനാധിപത്യം സ്വീകരിക്കണം, അത് കൈവരിക്കണം, അത് നേടിയെടുക്കണം. അതാണ് അംബേദ്കറുടെ വാദം. ഏതൊരു രാജ്യത്തിൻ്റെയും പൗരന്മാർക്ക് ഉചിതമായ അവകാശങ്ങളില്ലാതെ അവരുടെ സ്വാതന്ത്ര്യം ആസ്വദിക്കാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ട് ആദ്യം പൊളിറ്റിക്കൽ ഡെമോക്രസി നേടിയെടുക്കണമെന്നാണ് അംബേദ്കർ പറയുന്നത്. നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ പറഞ്ഞിരിക്കുന്ന സമത്വവും സാഹോദര്യവുമായ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് ജനാധിപത്യം പ്രധാനമാണ്. അംബേദ്കറുടെ അഭിപ്രായത്തിൽ യഥാർത്ഥ ജനാധിപത്യത്തിൻ്റെ ലക്ഷ്യങ്ങൾ അവയുടെ സംയോജനത്തിലൂടെയും സഹവർത്തിത്വത്തിലൂടെയും മാത്രമേ മുന്നേറുകയുള്ളൂ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം അനുസരിച്ച് നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവയ്ക്കുള്ള പൗരന്മാരുടെ അവകാശങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്ന ഒരു ജനാധിപത്യ രാഷ്ട്രമാണ് ഇന്ത്യ. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നിയമം ബ്രിട്ടീഷ് നിയന്ത്രണത്തിൽ 100-ലധികം പുനരവലോകനങ്ങൾക്ക് വിധേയമായി നിലവിൽ വന്നു. നിലവിൽ 395 ആർട്ടിക്കിളുകൾ 12 ഭാഗങ്ങളായും 12 ഷെഡ്യൂളുകളായും ഇന്ത്യൻ ഭരണഘടന വിഭജിച്ചിട്ടുണ്ട്. അവയെല്ലാം വിശാലമായി അംഗീകരിക്കുകയും ഇപ്പോഴും ജനാധിപത്യ മൂല്യങ്ങൾ പാലിക്കുകയും ചെയ്യുന്നുണ്ട്. ഡോക്ടർ B.R. അംബേദ്കറുടെ നേതൃത്വത്തിലുള്ള വിജ്ഞാനമുള്ള വ്യക്തികളുടെ ഒരു കമ്മിറ്റി നീണ്ട പാർലമെൻ്ററി ചർച്ചകൾക്ക് ശേഷമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ കരട് തയ്യാറാക്കിയത്. നിയമനിർമ്മാണ സഭയുടെ പ്രവൃത്തിയിൽ നിന്ന് ഭരണഘടനാ നിയമം പാരായണം ചെയ്യുന്നതിനെ അദ്ദേഹം വേർതിരിച്ചു. രാജ്യത്തെ ഒരുമിച്ച് നിർത്താൻ അംബേദ്കറുടെ ആശയങ്ങൾ പൊരുത്തപ്പെടുന്നതും ശക്തവുമായിരുന്നു. രാജ്യത്തിൻ്റെ വെല്ലുവിളികളെ നേരിടാൻ നടപ്പിലാക്കേണ്ടതും നിരീക്ഷിക്കപ്പെടേണ്ടതുമായ തത്വങ്ങൾ അദ്ദേഹം അതിൽ നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്രയാണ് നമ്മൾ 1ാമത്തെ യൂണിറ്റ്. ഞാൻ അതിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന 1-2 ക്വസ്റ്റ്യൻസ് ഞാൻ പറയാം കേട്ടോ. ഒന്ന്, ഡിഫൈൻ ദ കോൺസെപ്റ്റ് സബാൾട്ടേൺ ആൻഡ് എലാബറേറ്റ് ദ അംബേദ്കർ സബാൾട്ടേൺ അപ്രോച്ച്. സബാൾട്ടേൺ എന്ന പദം നിർവചിക്കുക, അംബേദ്കറുടെ സബാൾട്ടേൺ സമീപനത്തെക്കുറിച്ച് വിശദമാക്കുക എന്നാണ്. പിന്നെ 2ാമതൊരു ക്വസ്റ്റ്യൻ, ഡിസ്കസ് ദ ടേം ദളിത് എന്ന പദം ചർച്ച ചെയ്യുക. ആൻഡ് ഇറ്റ്സ് അണ്ടർസ്റ്റാൻഡിങ് വിത്ത് അംബേദ്കേഴ്സ് മൂവ്മെൻറ്റ്. അംബേദ്കർ മൂവ്മെൻറ്റിൽ നിന്ന്, അംബേദ്കർ പ്രസ്ഥാനത്തിൽ നിന്ന് ദളിതരുടെ കുറിച്ച് എന്താണ് നിങ്ങൾ മനസ്സിലാക്കിയതെന്ന് വിശദീകരിക്കാനാണ്. ഇനിയൊരു ചോദ്യം കൂടി പറയാം. എലാബറേറ്റ് ഓൺ അംബേദ്കേഴ്സ് സ്പീച്ച് അനീലേഷൻ ഓഫ് കാസ്റ്റ്. ജാതി ഉന്മൂലനം എന്ന അംബേദ്കറുടെ പ്രസംഗം, അതൊരു രചനയാണ്, കൃതി തന്നെയാണ്, പക്ഷേ അങ്ങനെയാണ് അത് അറിയപ്പെടുന്നത്. പ്രസംഗം എഴുതിയതാണ് അത് കേട്ടോ. ആ പ്രസംഗത്തെക്കുറിച്ച് വിശദീകരിക്കാനാണ്, എലാബറേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇത്രയും ക്വസ്റ്റ്യൻസ് നമുക്ക് അതിൽ പ്രതീക്ഷിക്കാം. എസ്സേ വരെ പ്രതീക്ഷിക്കുക. 5ഉം 6ഉം ബ്ലോക്ക് കഴിയുമെങ്കിൽ ആദ്യം പഠിക്കുക, എന്നിട്ട് അങ്ങോട്ട് ബാക്കോട്ട് പോകുക കേട്ടോ. ഓക്കെ, താങ്ക്സ്.